ആഗോളതലത്തിൽ തന്നെ കരൾ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, തന്മൂലമുണ്ടാകുന്ന ഫാറ്റി ലിവർ ഡിസീസ് അതൊരു പ്രധാന കാരണം തന്നെയാണ്. അമിതമായ മദ്യപാനശീലം, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി മുതലായ വൈറസുകൾ. ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മദ്യപാനശീലമുള്ള ആൾക്കാർക്ക് ജീവിതശൈലി രോഗങ്ങളും കൂടി ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ ലിവർ ഡിസീസ് കൂടി വരുന്നതായിട്ട് കാണാം. ലിവർ ഡിസീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ച് അത് അവസാന ഘട്ടത്തിൽ എത്തുവാൻ വേണ്ടി കൂടുതൽ സമയം, അത് വർഷങ്ങളോളം തന്നെ പിടിക്കുന്നതാണത്. അത് ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ കാണുന്നില്ല. ഇപ്പോൾ കാണുന്നത് അത് രോഗലക്ഷണങ്ങൾ കാണുമ്പോഴാണ് രോഗി ഡോക്ടറെ കാണാൻ വരികയും ലിവർ ഡിസീസ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ലിവർ ഡിസീസ് അഡ്വാൻസ്ഡ് സ്റ്റേജിലായിരിക്കുന്നു. അപ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു. അത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ മുതലായ വളരെ ചിലവേറിയ ചികിത്സകൾ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിയായ ബോധവൽക്കരണങ്ങൾ കൊണ്ട്, അങ്ങനെ റെഗുലറായിട്ടുള്ള ചെക്കപ്പുകൾ കൊണ്ട് നേരത്തെ ലിവർ ഡിസീസ് കണ്ടുപിടിച്ചിട്ട് ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ സ്റ്റേജ് അഡ്വാൻസ് ലിവർ ഡിസീസ് ഒഴിവാക്കാൻ പറ്റുന്നതാണ്.